നിങ്ങളെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ചൊറിയണതേക്ക് വിളിക്കും അല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? ഈ ചൊറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വല്ലാത്തൊരു സുഖമുണ്ട്. ആ സുഖം ഉള്ളത് കൊണ്ടാണ് അവർ നമ്മൾ ചൊറിയാൻ നിൽക്കുന്നത്. പക്ഷേ ഈ ചൊറിഞ്ഞു കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതൊരു പ്രശ്നമാവും, അവിടെ ഒരു മുറിവ് വീഴും, അത് പിന്നെ വളരെ പെയിൻഫുൾ ആവും. നമുക്ക് ബിസിനസ്സിനകത്ത് ആസ് എ ലീഡർ നിങ്ങൾക്ക് ഒരുപാട് തവണ ഇങ്ങനെയുള്ള ചൊറി കേസുകൾ നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വരും. ഇവരെ ഡീൽ ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഏറ്റവും എളുപ്പമുള്ള മാർഗം അതാണ് സ്റ്റോറി ടെല്ലിംഗ്. എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അടുത്തേക്ക് അപ്രൈസിലെ സമയത്തേക്ക് വന്ന ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ ഒരു കഥ എനിക്ക് ഓർമ്മ വന്നു. വളരെ ഏബിളാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ അവൻ ആ ഓഫീസ് റൂമിൽ കയറി വന്നത് ഇങ്ങനെ കൈയെല്ലാം സ്ലീവ്സ് എല്ലാം ഇങ്ങനെ മേളിൽ കയറ്റി നമ്മുടെ സാറിന് മുമ്പ് HR മുമ്പ് വന്നിട്ട് ഇങ്ങനെ വളരെ ലാവിഷായിട്ട്, വളരെ ഷാബി ആയിട്ട്, വളരെ അറഗന്റ് ആയിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അന്നേരം തന്നെ എൻ്റെ സുഹൃത്തിന് അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. പുള്ളി യാതൊന്നും പറഞ്ഞില്ല. പുള്ളി അവരോട് പറഞ്ഞൊരു കഥയാണ്. അത് വിനോദ് കാംബ്ലിയുടെ സച്ചിൻ്റെയും കഥയാണ്. വളരെ സക്സസ്ഫുൾ ആയിരുന്ന വിനോദ് കാംബ്ലി, സച്ചിനേക്കാളും വളരെ റെക്കോർഡിൽ കൂടുതലുള്ള വിനോദ് കാംബ്ലി എങ്ങനെയാണ് നഷ്ടങ്ങളുണ്ടാക്കിയ ഒരു കരിയർ തന്നെ തകർന്നു പോയ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനൊരൊറ്റ റീസണേ ഉണ്ടായിരുന്നുള്ളൂ. ആ റീസൺ അദ്ദേഹത്തിന്റെ ഈ അറഗൻസ് ആണ്, ഈ ഒരു പ്രശ്നമാണ്, ഈ ആൾക്കാർ ബുദ്ധിമുട്ടി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണെന്ന് പറഞ്ഞു. ആ ആൾ അവിടെ കണ്ടിന്യൂ ചെയ്തൊന്നുമില്ല. പക്ഷേ ഇന്നും എല്ലാ ടീച്ചേഴ്സ് ഡേയുടെ അന്നും എൻ്റെ ഈ സുഹൃത്തിന് ഒരു മെസ്സേജ് അയക്കാറുണ്ട് ഇയാൾ. ആ മെസ്സേജ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നാണ്. കാരണം ആ ആളിന് അന്ന് കൊടുത്ത ഈ അറിവാണ് അയാൾ അടുത്ത ലെവലിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരിക്കും. ഓഫീസിലുള്ള പ്രശ്നങ്ങളുണ്ടാവും, അവരുടെ കോണ്ടാക്റ്റിനെ ഇത് ബാധിക്കും, മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ എൻ്റെ ഈ ഫ്രണ്ടിനെ പറ്റി. ഒരു ലീഡർ എന്ന രീതിയിൽ നിങ്ങൾക്കും വേണ്ടത് ഇത്തരത്തിലുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചൊറി ആൾക്കാർ വരുമ്പോഴത്തേക്കും അവരെ ചൊറിയതിന് പകരം അവരെ ഒന്ന് തലോടി വിടാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ചൊറിഞ്ഞാലും തലോടിയാലും ചൊറിച്ചിന് മാറും. ചൊറിഞ്ഞ് മുറിവാക്കണോ അതോ തലോടി സുഖിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും.